ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സജീർ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സജീർ. പേര് സാങ്കല്പികമാണ്. ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. 3 വർഷത്തിന് മുമ്പായിരുന്നു എൻ്റെ വിവാഹം. അതിനു മുമ്പ് ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവധിക്ക് നാട്ടിൽ വന്ന് പെണ്ണ് കാണാനിറങ്ങും. നല്ലൊരു മൊഞ്ചത്തിക്കുട്ടിയെ തന്നെ കെട്ടണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. കാര്യം, സാമ്പത്തികമായി ഒത്തിരി പിന്നാക്കം നിന്ന സമയത്ത് നല്ല സൗന്ദര്യമുണ്ടായിട്ട് പോലും ആളുകളുടെ കയ്യിൽ നിന്ന് എനിക്ക് ധാരാളം പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം പണത്തിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ പണമുണ്ടായി കഴിഞ്ഞപ്പോൾ നല്ല ധനികയായ നല്ല സെറ്റപ്പുള്ള ഒരു സുന്ദരി പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എനിക്ക് വാശി. ഞാൻ 20 പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. 20 പെൺകുട്ടികൾക്കും എന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കവരെ ഇഷ്ടപ്പെട്ടില്ല. 21ാമത്തെ ആളിനെയാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട ഹൂറി. അവരുടെ വീട്ടിൽ 2 മക്കളാണ്. മൂത്ത മകനും പിന്നെ അവരുടെ ബാപ്പയും ജോലി ചെയ്യുന്നത് ഗൾഫിലാണ്. എൻ്റെ കൺട്രിയിലല്ല, വേറെ കൺട്രിയിൽ. ഞാൻ കാണാൻ ചെന്നപ്പോൾ അവരുടെ ബാപ്പയും സഹോദരനൊന്നും അവിടെയില്ല. എന്തായാലും കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും കല്യാണത്തിന് സമയമായപ്പോൾ എല്ലാവരും നാട്ടിൽ വന്നു. അങ്ങനെ കല്യാണം 1.5 മാസത്തിനുള്ളിൽ നടത്തി. 1.5 മാസം എൻ്റെ സ്വപ്നതുല്യമായ സൗന്ദര്യമുള്ള ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവളെ നാട്ടിൽ നിർത്തിയിട്ട് എനിക്ക് ഗൾഫിൽ പോകേണ്ട അവസ്ഥ വന്നു. കാര്യം, അവൾക്ക് പിന്നെയും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ നല്ലൊരു സുന്ദരിയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവൾക്കും എന്നെ വലിയ കാര്യമാണ്. പക്ഷേ ഞാൻ ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, എനിക്കിനി നിങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ഉപ്പയും ഉമ്മ എന്ന് പറഞ്ഞൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ വലിയ പ്രശ്നമായി. ഞാൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ പോയി നിന്നോളൂ, ഉമ്മയ്ക്കൊരു കൂട്ടാകുമല്ലോ എന്ന്. അങ്ങനെ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു അവൾ ഇവിടെയാണ് നിൽക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളുമായിട്ട് അവൾ സെറ്റാകില്ല. പഴക്കും വക്കാണോ ഒക്കെ കല്യാണം കഴിച്ച് ഇത്രയും നാളായപ്പോഴേ ഉണ്ടായി. അപ്പോൾ സ്വരം നിന്നപ്പോഴേ പാട്ട് നിർത്തുന്നതാണ് നല്ലത്. എല്ലാവരും എല്ലാവരുടെയും സ്ഥാനത്തിരുന്നോട്ടെ. എനിക്കിനി വിവാഹമോചനം, വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ നടക്കുക ഒന്നും വയ്യ. ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായി പോകണം. നിങ്ങൾക്കിപ്പോൾ മരുമകൾ വീട്ടിൽ നിന്നില്ലെങ്കിൽ എന്താ എന്ന് പറഞ്ഞ് ഞാൻ അവരെ സമാധാനിപ്പിച്ചു. അവർക്കൊന്നും ഇഷ്ടമല്ല, എന്നാലും ഞാൻ ഒരു പെൺകോന്തനാണെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അങ്ങനെ. അവളുടെ വീട്ടിൽ ഉമ്മയുമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ ഭാര്യ വിളിച്ചാലും ഉമ്മ എന്നോട് കുറേ നേരം സംസാരിക്കും. അവൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ നാട്ടിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളുമെല്ലാം എണ്ണി എണ്ണി എന്നോട് പറയും. നാട്ടിൽ എന്ത് സംഭവിച്ചാലും അമ്മായിയമ്മയാണ് എന്നോട് വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. എൻ്റെ ഉമ്മയൊന്നും ഒരിക്കലും അങ്ങനെ വിശദമായിട്ട് സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയേക്കാൾ കൂടുതൽ ഞാൻ അമ്മായിയമ്മയോടാണ് സംസാരിക്കാറുള്ളത്. അവർ എൻ്റെ കാര്യങ്ങൾ എപ്പോഴും അന്വേഷിക്കും. എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കും. പിന്നെ അവളുടെ ബാപ്പയും സഹോദരനുമൊക്കെ എന്നെ ഗൾഫിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്യും. ഒരു പ്രശ്നവുമില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ അവൾ നിൽക്കുന്ന കാര്യത്തിൽ അവർക്കും എതിരഭിപ്രായമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അവളെ കൊഞ്ചിച്ച് വളർത്തിയത് കൊണ്ട് അവൾ ആരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ല. വെറുതെ കുടുംബകലഹങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ പോകുന്നതാണെന്ന് അമ്മായിയമ്മയും അമ്മായിച്ചനും എല്ലാം പറഞ്ഞു. ഞാനത് ഉള്ളിൽ അനുസരിക്കുകയും ചെയ്തു. എൻ്റെ വീട്ടുകാരോട് എന്തെങ്കിലുമൊക്കെ ആശ്വാസവചനങ്ങൾ ഞാൻ പറയുകയും ചെയ്യും. 2 തട്ടിലും ബാലൻസ് ചെയ്തല്ലേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ലീവിന് വന്നു. അപ്പോൾ എൻ്റെ ഭാര്യയിൽ ഒത്തിരി മാറ്റങ്ങൾ ഞാൻ കണ്ടു. വന്നപ്പോൾ തന്നെ അമിതമായ ആവേശമായിരുന്നു. ആദ്യത്തെ 45 ദിവസങ്ങളിൽ ഞങ്ങൾ 2 പേരും വളരെ നല്ല രീതിയിൽ അടുത്തെങ്കിലും അവൾ ആക്റ്റീവായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരു പനന്തത്തയായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ തത്ത നീലാകാശത്തുകൂടി ചിറകടിക്കുന്നൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. കാരണം എൻ്റെ ആവേശത്തെ പകഞ്ഞു മാറ്റിക്കൊണ്ട് പലപ്പോഴും കുതിരപ്പുറത്തേറി പായുന്നൊരു സ്വഭാവമാണ് അവൾക്കുണ്ടായത്. പെട്ടെന്ന് നീ എങ്ങനെ മാറി? പെട്ടെന്ന് നീ ഇത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെ ഇൻട്രസ്റ്റ് കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, ഇക്കയെ ഓർത്തോർത്ത് ഞാൻ ഉരുകി കഴിയുകയായിരുന്നു. ഇക്ക വന്നപ്പോൾ ഞാൻ ഇക്കയ്ക്ക് വേണ്ടി പലവിധ കാര്യങ്ങൾ സമർപ്പിക്കണമെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനുവേണ്ടി പല വീഡിയോ ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഇക്കയെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം പഠിച്ചു വെച്ചത്.
അതുകൊണ്ട് ആവേശത്തിൽ ഇക്കയോട് ഈ സീക്രട്ടൊന്നും പറയാൻ പറ്റിയില്ല. എല്ലാം ഇക്കയ്ക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. നിങ്ങളാണെങ്കിലും ഗൾഫിലിരുന്ന് എന്നോട് അങ്ങനെ കൊഞ്ചുകയോ കുഴയുകയോ ഒന്നും ചെയ്യില്ലല്ലോ. ഇക്കയ്ക്ക് ഇഷ്ടമായില്ലേ എങ്കിൽ ഞാൻ എല്ലാം നിർത്താണെന്ന് പറഞ്ഞു. പക്ഷേ കാര്യങ്ങളൊക്കെ ബഹുജോറായതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, എന്നോടുള്ള സ്നേഹം കൊണ്ട് നീ കാണിക്കുന്നതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യും മോളെന്ന്. ചുരുക്കം പറഞ്ഞാൽ ആ അവധിക്കാലം എനിക്ക് അടിപൊളിയായിരുന്നു. 2 മാസം ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് അവൾ എൻ്റെ വീട്ടിലും അവളുടെ വീട്ടിലുമായിട്ടാണ് നിന്നത്. എൻ്റെ ഉമ്മയ്ക്ക് അതിഷ്ടപ്പെട്ടില്ല. എങ്കിലും വഴക്കുണ്ടാക്കരുതെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ട് എല്ലാം അഡ്ജസ്റ്റഡ് ആയിരുന്നു. പിന്നെ അവൾക്ക് പഠിക്കണം, അതുകൊണ്ട് തന്നെ മറ്റ് അബദ്ധങ്ങളൊന്നും ഉണ്ടാകരുതല്ലോ. അതുകൊണ്ട് ശ്രദ്ധിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. എന്തായാലും 2 മാസം അടിപൊളിയായിരുന്നു. അമ്മായിമ്മയാണെങ്കിലും എന്നോട് വളരെ സ്നേഹം. ശരിക്കും ഞാൻ ഭാഗ്യവാനാണെന്ന് തോന്നിപ്പോയി. പിന്നെ ഞാൻ സമാധാനത്തോടുകൂടി ഗൾഫിലേക്ക് തിരിച്ചു വന്നു. അവൾക്ക് 1 വർഷം കൂടി പഠനമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ ഒരു ബന്ധുവിനെ ഞാൻ ഗൾഫിൽ വെച്ച് പരിചയപ്പെടുന്നത്. 40 വയസ്സുള്ള ഒരിക്കയാണ്. അങ്ങേർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങളിടയ്ക്ക് കാണുകയും ചെയ്യും. ഒരു ദിവസം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, മോനെ നീ ചെന്ന് വിട്ടിരിക്കുന്നത് ഒരാപത്തിലാണ്. ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ല, ഇപ്പോൾ ഞാൻ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണെന്ന്. ഞാൻ ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നിൻ്റെ അമ്മായിമ്മയില്ലേ, അവൾ ഒരു അതീവ സുന്ദരിയാണ്. അതിനിപ്പോൾ എന്തായിക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ അവിടെ കാണിക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ കൊള്ളില്ല. ഭർത്താവ് ഗൾഫിലാണെന്ന് വെച്ച് അവൾ അവിടെ ശരിക്കും മെനക്കെട്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞു. എനിക്കത് കേട്ട് ദേഷ്യം വന്നു. ആ ഇക്കയോട് ഞാൻ തർക്കിച്ചു. ഒരിക്കലും അങ്ങനെ പറയരുത്. എൻ്റെ അമ്മായിമ്മ വളരെ പാവമാണ്, അവർ സുന്ദരിയാണ്. പിന്നെ ഭർത്താവ് ഗൾഫിലാണെന്ന് വെച്ച് ഇങ്ങനെ ഒരിക്കലും പറയരുതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. നീ അവിടെ അടുത്തുള്ള ആരോടെങ്കിലും സൗഹൃദമുണ്ടാക്കി അവരുടെ കാര്യം ഒന്ന് തിരക്കി നോക്കൂ. അവർക്ക് ആ വീട്ടിൽ പല രീതിയിലുള്ള അലകൃത്തുകളുമുണ്ട്. പല ആളുകളും അവിടെ വന്നു പോകുന്നുണ്ട്. നിന്റെ ഭാര്യയും കല്യാണം കഴിഞ്ഞ ശേഷം അവിടെ നിൽക്കുകയല്ലേ. നാട്ടുകാരൊക്കെ പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയില്ല. ആ പെൺകുട്ടി ശരിക്കും നിന്റെ വീടല്ലേ നിൽക്കുന്നത്. ഇവിടെ അവളുടെ ഉമ്മയോട് നിന്ന് കഴിഞ്ഞാൽ അവൾ പണ്ടത്തിനേക്കാൾ പിന്നത്തെ പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ പണ്ടെന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞു, പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. ആ ഉമ്മയും മോളെക്കുറിച്ച് ഒത്തിരി പേർക്ക് എതിരഭിപ്രായമുണ്ട്. അവരുടെ വീട്ടിൽ പലപ്പോഴും പല ആളുകളും വന്നു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മിക്കവാറും ആ വീട്ടിൽ വരുന്ന ആലോചനകളൊക്കെ അലസിപ്പിരിക്കുകയാണ് പതിവ്. നീയുമായിട്ട് എങ്ങനെ കല്യാണം നടന്നെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് നീ അടുത്തുള്ളവരോടോ അല്ലെങ്കിൽ ആരോടെങ്കിലുമോ വിവാഹത്തിന് മുമ്പ് ഒരിക്കലും അന്വേഷിച്ച് കാണില്ല എന്ന് പറഞ്ഞു. അത് കറക്റ്റാണ്. ഞങ്ങൾ ആരോടും അന്വേഷിച്ചില്ല. അതിനു മുമ്പേ കല്യാണം നടക്കുകയായിരുന്നു. പിന്നെ നീ വിചാരിക്കുന്ന പോലെ അവിടെ 2 മക്കളുണ്ടല്ലോ. ആ 2 മക്കൾക്ക് 2 ബാപ്പമാരാണെന്ന്. ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ പറഞ്ഞത്? അതായത് മൂത്ത മകനില്ലേ, അവൻ്റെ ബാപ്പ വേറൊരാളാണ്. പിന്നെ ഇളയ മകൾ, അതായത് നിന്റെ ഭാര്യ, അവളുടെ ബാപ്പയും വേറൊരാളാണ്. അവളുടെ ബാപ്പയാണോ അപ്പോൾ ഗൾഫിലുള്ളത്? അപ്പോൾ പുള്ളിക്കാരൻ പൊട്ടിച്ചിരിച്ചു. പിന്നെ അങ്ങേരൊന്നുമല്ല, അയാൾക്ക് ഈ വകയിൽ കുട്ടികളെ ഇല്ല. ആ 2 കുട്ടികളും മറ്റ് 2 ആരുടെയാണ്. ഇവർ 2 പേരുടെയും കല്യാണം കഴിഞ്ഞിട്ട്, കല്യാണം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇവരൊന്നിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 8 വർഷമായതേ ഉള്ളൂ എന്ന്. പക്ഷേ ബാപ്പയും മോനും ഒരിടത്താണ് ജോലി ചെയ്യുന്നതെന്നാണല്ലോ പറഞ്ഞത്. അവർ ഒരിടത്തൊന്നുമല്ല ജോലി ചെയ്യുന്നത്, കിലോമീറ്ററുകൾ വ്യത്യാസമുണ്ട്. ആ പയ്യനാണ് ശരിക്കും ആദ്യം ഗൾഫിൽ പോയത്. അത് ഇവൾ ശരിയാക്കി കൊടുത്ത ജോലിയാണ്. പിന്നെ ഇപ്പോഴത്തെ ഭർത്താവും അവിടെങ്ങോ ജോലിയുള്ള ഒരാളാണ്. അത്രയേ ഉള്ളൂ. 2 പേരും ഒരു രാജ്യത്ത് വർക്ക് ചെയ്തെന്നുള്ളതല്ലാതെ അവർ തമ്മിൽ കാണാറ് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ കല്യാണത്തിന് എല്ലാവരും കൂടി വളരെ സ്നേഹത്തോടുകൂടി വന്നത്? അതൊക്കെ അവരുടെ അഭിനയമാണ്. ഈ പെൺകുട്ടിയെ കെട്ടിച്ചുവിടണ്ടേ? ആദ്യത്തെ സമയത്ത് 3-4 ചെക്കന്മാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നങ്ങളായിരുന്നു. ആരൊക്കെ ഇടപെട്ടു, ഞങ്ങളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ. കാര്യം അമ്മയുടെയും മകളുടെയും സ്വഭാവം ഞങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ ബന്ധുക്കൾ തന്നെ ഇടപെട്ട് കല്യാണം മുടക്കും നാട്ടുകാരും. പക്ഷേ നിന്റെ കാര്യം വന്നപ്പോൾ മാത്രം ഒരു മുടക്കം ഉണ്ടായില്ല, പെട്ടെന്ന് നടക്കുകയും ചെയ്തു. എന്തോ ബന്ധുക്കൾക്ക് പറ്റിയ ഒരബദ്ധമാണ്. പിന്നെ മോനെ, നിന്റെ അമ്മായിമ്മയെക്കുറിച്ച് മാത്രമാണ് എനിക്ക് കംപ്ലൈൻറ്റ്. നിന്റെ ഭാര്യയെക്കുറിച്ച് എനിക്ക് തെറ്റ് പറയാൻ തോന്നുന്നില്ല. അവൾ എത്രത്തോളം തെറ്റുകാരിയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എല്ലാവരും അമ്മയുടെ സ്വഭാവം വെച്ച് മകളെ കുറ്റം പറയുന്നതാകാനേ വഴിയുള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അമ്മ ശരിയല്ല. അമ്മയുടെ കാര്യങ്ങൾക്ക് മകൾ കുട പിടിക്കുന്നുമുണ്ട്. മകൾ മാത്രമല്ല, മകനും ഇപ്പോഴത്തെ ബാപ്പ ചമഞ്ഞ് നടക്കുന്നവനും എല്ലാം അതിൽ കൂട്ടാണ് കേട്ടോ. നീ നിന്റെ ബാപ്പയോടോ മറ്റോ പറ, എന്നിട്ട്
വിശദമായിട്ട് അവിടെ നിന്ന് അന്വേഷിക്കാനും പറ. ഞാൻ പറഞ്ഞ കഥകളിൽ സത്യമുണ്ടോയെന്ന് അറിയാമല്ലോ. ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി പറയുകയില്ല. എനിക്ക് തോന്നുന്നത് നിന്റെ ഭാര്യ അവൾ നല്ലവളായിരിക്കും, പക്ഷേ അവൾ ഒരിക്കലും അവളുടെ ഉമ്മയുടെ കൂടെ തനിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ശരിയാകില്ല മോനെ. ഒരു കാര്യം ചെയ്യുക, ഒന്നുകിൽ അവളെ നീ എമർജൻസി ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ നീ അവിടെ പോയി താമസിക്കുക. നിന്റെ ഭാര്യയെ നന്നായി നിന്റെ കൂടെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞത് നീ രഹസ്യമായിട്ട് അന്വേഷിച്ച് മാത്രം പ്രതികരിക്കുക എന്ന് പുള്ളി പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഷോക്കിംഗ് ആയുള്ള ഒരു ന്യൂസായിരുന്നു. എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ കഴിയുന്നത്? എല്ലാവരും തമ്മിലുള്ള സ്നേഹവും പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനൊരു കഥയുണ്ടെന്ന് ആരും പറയുകയില്ല. ഒരു സമ്പൂർണ്ണ കുടുംബം പോലെയാണ്. ഇപ്പോഴും അമ്മായിപ്പനോടും പിന്നെ സഹോദരനോടും ഒക്കെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൊങ്ങിപ്പറന്നു പോകും. ഇനിയിപ്പം അസൂയാലുവായ ഒരു ബന്ധുവാണ് ഇയാളെങ്കിലോ? അപ്പോൾ രഹസ്യമായി ഇത് അന്വേഷിക്കണം. ആരോടെ പറയുക? എൻ്റെ ബാപ്പയുടെ ഉമ്മയോട് പറയാൻ പറ്റില്ല, എങ്കിൽ പിന്നെ വലിയ പ്രശ്നങ്ങളായിരിക്കും. ഞാൻ എൻ്റെ ഇക്കയോട് പറഞ്ഞു. ഇക്ക അത് കേട്ട് ഞെട്ടിപ്പോയി. ഉള്ളതാണോടെ ഈ പറയുന്നത്? ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ തല പെരിക്കുന്നു. കാര്യം അദ്ദേഹം മറ്റൊരു ജില്ലയിൽ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ട് ബിസിയുമാണ്. ഈ കാര്യങ്ങളൊന്നും വന്ന് അദ്ദേഹം ശ്രദ്ധിച്ചതുമില്ല. എല്ലാം ഞാൻ വിശദമായി അന്വേഷിക്കാൻ മോനേന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി അന്വേഷിച്ചത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, എടാ അയാൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അന്വേഷിക്കാതെ നീ കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണിനെ എല്ലാവരും കൂടി കല്യാണം കഴിപ്പിച്ച് തന്നു. ഒരാളെയും കുറ്റം പറയാൻ പറ്റില്ല. അവർക്കും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്, നിനക്ക് നിൻ്റേതായിട്ടുള്ള ആവേശവും. അപ്പം നടന്നു. പക്ഷേ ഉമ്മയുടെ സ്വഭാവം വെച്ചിട്ട് ശരിക്കും നിൻ്റെ ഭാര്യയും ആൾക്കാരെ വേറെ രീതിയിലാണ് കാണുന്നത് മാത്രമേ ഉള്ളൂ. അവളുടെ കയ്യിൽ തെറ്റുണ്ടോയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അവളെ അവളുടെ ഉമ്മയുടെ സ്വഭാവം വെച്ചിട്ട് നീ വിലയിരുത്തേണ്ട കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യൂ, ആരോടും പറഞ്ഞ് ഒന്നും കുളം കലക്കണ്ട. പതിയെ നാട്ടിലേക്ക് ഇങ്ങ് പോരൂ. ഇനി വീട്ടിൽ നിൽക്കൂ. എന്തായാലും നിനക്ക് ഗൾഫിൽ പോയെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുന്നുള്ള കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ ആണെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാം. ഇനി അഥവാ പണത്തിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തരാം എന്നുകൂടി പുള്ളിക്കാരൻ പറഞ്ഞു. എൻ്റെ വീട്ടിലാണെങ്കിലും ഗൾഫിൽ പോകുന്നതിനോട് അവർക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ വന്നതാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി വിഷമമായിട്ട് ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് വന്നു. ഭാര്യയോട് പറഞ്ഞില്ല. അറിയാതെ അവളുടെ വീട്ടിലേക്ക് കയറി ചെന്നു. അമ്മായിമ്മയും അവളും ഞെട്ടുന്നത് ഞാൻ കണ്ടു. എന്താ മോനെ പെട്ടെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പെട്ടെന്ന് ഞാൻ വരേണ്ടി വന്നു, എന്നെ ഉമ്മ വിളിപ്പിച്ചതാണെന്ന് പറഞ്ഞു. അതോടുകൂടി അവർക്ക് ആശ്വാസമായി. വീട്ടിലെന്തോ കാര്യത്തിന് വേണ്ടി വന്നതാണ്. ഉമ്മയ്ക്ക് ചെക്കപ്പൊക്കെ ഉണ്ട്, എൻ്റെ ഇക്കയ്ക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോൾ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഉമ്മയ്ക്ക് എന്താ അസുഖമേക്കാ എന്നൊക്കെ പറഞ്ഞ് ഭാര്യ എൻ്റെ തോളിലേക്ക് അങ്ങ് ചാടി. ഉമ്മയ്ക്ക് ഇത്തിരി പ്രഷറൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇവർ തമ്മിൽ സംഭാഷണങ്ങൾ വളരെ കുറവാണല്ലോ. എൻ്റെ ഉമ്മയെ ഇവൾക്ക് ഇഷ്ടമല്ല. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ഉമ്മയ്ക്ക് അസുഖമായെന്ന് പോലും ഇവൾക്കറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞത് അവർ വിശ്വസിച്ചു. അവളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. എൻ്റെ ഉമ്മ അത് കണ്ട് അത്ഭുതപ്പെട്ടു. പക്ഷേ ഉമ്മയോട് ഞാൻ പറഞ്ഞു, ഒരു സർപ്രൈസിന് ഞാൻ വന്നതാണ്. ഉമ്മയെ ചെക്കപ്പിന് കൊണ്ടുവന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ചില പ്രശ്നങ്ങളുണ്ട്, ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞു. ഉമ്മയ്ക്കത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ആകാംക്ഷയായി. ഒന്നാമത്തെ മരുമകളെ അവർക്ക് ഇഷ്ടവുമല്ല. എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പതുക്കെ ഞാൻ പറയാം. തൽക്കാലം ഉമ്മ ചെക്കപ്പുണ്ട്, ഡോക്ടർ കാണാൻ പറഞ്ഞു, അതാ അവനെ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞു. എന്തായാലും ഉമ്മ അങ്ങനെ തന്നെ പറഞ്ഞ് അഭിനയിച്ച് പിടിച്ചു നിന്നു. 3-4 ദിവസം അവൾ എൻ്റെ കൂടെ തന്നെ നിന്നു. അത് കഴിഞ്ഞ് അവൾ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ, രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരികയുള്ളൂ. ഞാൻ പറഞ്ഞു ക്ലാസ് മുടക്കണ്ടെന്ന്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഉമ്മ എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും നാൾ സംഭവിച്ച കാര്യങ്ങൾ എല്ലാം ഞാനങ്ങ് പറഞ്ഞു. ഉമ്മയ്ക്ക് ഭയങ്കരമായ പ്രശ്നം. ഉടനെ തന്നെ ബാപ്പയെ വിളിച്ച് പറഞ്ഞു. ബാപ്പ ഓടി വന്നു. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തു. ബാപ്പയും ബാപ്പയുടെ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ എൻ്റെ ഭാര്യ, അവളെക്കുറിച്ച് എല്ലാവർക്കും ഡൗട്ടുണ്ട്, പക്ഷേ ആർക്കും ക്ലിയർ അല്ല. എന്തായാലും ഉമ്മ അവർ പല വിധത്തിലുള്ള ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. പിന്നെ ഇപ്പോൾ കൂടെയുള്ള ബാപ്പ എന്ന് പറയുന്ന ആ ഭർത്താവ് ഗൾഫിൽ നിന്ന് പലരെയും ആ വീട്ടിലേക്ക് പറഞ്ഞു വിടാറുണ്ട്. വേറെ എന്തൊക്കെയോ ഇടപാടുകളാണെന്നാണ് ആളുകൾ പറയുന്നത്. എല്ലാം ഒരു പുകമുറയാണ്, ദുരൂഹതയാണ്. എന്താണെന്ന് ആർക്കും അറിയില്ല. യഥാർത്ഥത്തിൽ അവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല.
എൻ്റെ ബാപ്പയും ഉമ്മയെല്ലാം വലിയ കലിയിലാണ്. ഞാൻ പറഞ്ഞു വേണ്ട, അടങ്ങിയിരിക്കൂ, ഞാൻ അത് ഡീൽ ചെയ്തോളാം, പതുക്കെ ഞാൻ പൊട്ടിക്കും, നിങ്ങൾ തൽക്കാലം അടങ്ങിയിരുന്നോണം, ബാക്കി വരുന്നത് അന്നേരം നമുക്ക് കാണാമെന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഞാൻ അടക്കി. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ പോയി 3-4 ദിവസം നിൽക്കാൻ തീരുമാനിച്ചു. ഈ കാര്യങ്ങളെല്ലാം ചോദിക്കണം. എന്തിനാണ് ഇത്രയും വലിയ നാടകം കളിച്ചത്? എന്താണ് ഈ വീട്ടിൽ നടക്കുന്നത്? എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ ഒന്നിച്ച് ഒരേ കാര്യം പറഞ്ഞത്? അപ്പോൾ അതിലെന്തോ പ്രശ്നമില്ലേ? ആദ്യം അമ്മായിമ്മയോടാണ് ചോദിക്കേണ്ടത്. എൻ്റെ ഭാര്യയോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ടയേർഡാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. കാര്യം എനിക്ക് അവളോട് ഒരു താല്പര്യം അന്നേരം തോന്നുന്നുണ്ടായിരുന്നില്ല. അവളുടെ വീട്ടിൽ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞപ്പോൾ അമ്മായിമ്മയെ വിളിച്ചു. എന്നിട്ട് ഉമ്മയോട് എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പറയൂ മോനേന്ന്. ഞാനിപ്പോൾ നിങ്ങൾ ബഹളം വെക്കരുത്, എല്ലാ കാര്യങ്ങളും ഞാൻ പറയുകയാണ്, കേട്ടിട്ട് ഇതിൻ്റെ മറുപടി സത്യസന്ധമായി പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ട കഥകളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ എല്ലാം മനസ്സിലാക്കിയെന്ന് കേട്ടിട്ട് അവർ ഞെട്ടിയിരിക്കുകയായിരുന്നു. അവസാനം പുള്ളിക്കാരി എല്ലാം ഏറ്റു പറഞ്ഞു. നീ കേട്ട കഥകളൊക്കെ കറക്റ്റാണ്. എനിക്ക് പണ്ട് തൊട്ടേ ഇൻട്രസ്റ്റുകൾ വളരെ കൂടുതലാണ്. വളരെ ചെറിയ പ്രായത്തിലെ എൻ്റെ കല്യാണം കഴിഞ്ഞെങ്കിലും എൻ്റെ ഭർത്താവിനോട് ഒട്ടും താതാത്മ്യം പ്രാപിക്കാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ കണ്ണുകൾ മറ്റാരെയോ തേടുകയായിരുന്നു. ഒരു കുട്ടി ആദ്യമുണ്ടായി. പക്ഷേ അങ്ങയുടെ കൂടെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ മനസ്സ് വേറെന്തോ തേടുകയായിരുന്നു. എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ തേടിക്കൊണ്ട് നടക്കുന്ന ആൾ പുള്ളിയാണെന്ന്. അങ്ങനെ ഭർത്താവ് അറിയാതെ ആ സുഹൃത്തുമായി ഞാൻ ഒത്തിരി ഇഷ്ടത്തിലായി. ഞങ്ങൾ രണ്ടുപേരും ആറാടി തുള്ളി കുതിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തേടി നടന്നത് എനിക്ക് കിട്ടി, തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന്. അങ്ങനെ ആദ്യ ഭർത്താവിനെ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അദ്ദേഹം അത് കണ്ടുപിടിച്ചപ്പോഴാണ് ഉപേക്ഷിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് കൂട്ടാൻ്റെ കൂടായി എൻ്റെ താമസം. അത് കുറച്ച് നാൾ നീണ്ടു, ഏകദേശം 5 വർഷം. ആ ഇടയ്ക്കാണ് എൻ്റെ മകളും ഉണ്ടായത്. പക്ഷേ മകളുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് എന്നോടുള്ള താല്പര്യം ഒത്തിരി അങ്ങ് നഷ്ടപ്പെട്ടു. എൻ്റെ മകനോട് അയാൾക്ക് ആദ്യമൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ഈ സമയമായപ്പോഴേക്കും ആ താല്പര്യം നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങയിൽ നിന്ന് ഇനിയൊന്നും കിട്ടാനില്ലെന്ന്. ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഭാഗ്യവശാൽ അപ്പോഴെൻ്റെ ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മ ഞങ്ങളെ സ്വീകരിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മ എതിരഭിപ്രായമൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ നമുക്ക് നല്ല ക്യാഷ് വേണം. നിനക്കാണെങ്കിൽ പേരുദോഷവും ഇഷ്ടം പോലെയുണ്ട്. നാട്ടുകാർ നിന്നെ 2ാം തരക്കാരിയായിട്ട് കാണുകയുള്ളൂ. എങ്ങനെ നമുക്ക് ജീവിക്കും? നിനക്ക് ജോലിയുമില്ല, നിന്റെ ഭർത്താക്കന്മാർ നിനക്ക് ക്യാഷ് തരില്ല എന്ന് ഉമ്മ പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഉമ്മയാണ് എന്നോട് പറഞ്ഞത്, എന്തായാലും നിനക്ക് പേരുദോഷമുണ്ട്, ആ പേരുദോഷം നീ നന്നായി ഉപയോഗിക്കൂ. അതുമാത്രമല്ല, നിയന്ത്രിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിന്റെ ഉള്ളിലില്ലേ, അത് നീ പണമാക്കി മാറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഉമ്മയുടെ ആശീർവാദത്തോടു കൂടിയാണ് ഞാൻ രംഗപ്രവേശനം നടത്തിയത്. അടുത്തുള്ള ഒരു ഇക്കയാണ് എന്നെ അതിനെ സഹായിച്ചത്. ഇക്ക വഴി വളരെ വളരെ VIP ആയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒത്തിരി സമ്പത്തും സ്വത്തും ഒക്കെ ഉണ്ടായി. പിന്നെ ഉമ്മ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോഴും ഞങ്ങൾക്ക് സ്വന്തമായി ജീവിക്കാൻ പണം ഒരു തടസ്സമേ ആയിരുന്നില്ല. അതുമാത്രമല്ല, എനിക്ക് ആലിൽ ഒതുങ്ങി നിൽക്കാൻ പറ്റില്ലെന്ന് അന്ന് മനസ്സിലായി. പല പൂവുകളും തേടി നടക്കുന്ന കരിവണ്ട് പോലെയായിരുന്നു എൻ്റെ മനസ്സ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉദ്യാനങ്ങളിൽ കൂടി ഞാൻ കയറി നടന്നു മോനെ. എന്ത് ചെയ്യാനാണ്, എൻ്റെ ശരീരവും മനസ്സും അങ്ങനെയായിപ്പോയി. പിന്നെ ഇപ്പോൾ പാപ്പയാണെന്ന് പറഞ്ഞ ആൾ, അദ്ദേഹത്തെ എനിക്കിപ്പോൾ ഇഷ്ടമാണ്. കാര്യം എൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സ്ട്രിക്റ്റായ ഒരു ഭർത്താവിനെയല്ല വേണ്ടത്. ഇടയ്ക്ക് ഞങ്ങളൊന്ന് മീറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഐഡിയോളജി എല്ലാം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളിക്കും പറയത്തക്ക ആരുമില്ല. അങ്ങനെ ഞങ്ങൾ ഒന്നു ചേർന്നതാണ്. പിന്നെ പുള്ളിക്കാരൻ്റെ സഹായം കൊണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന പല ആൾക്കാരും ഗിഫ്റ്റുമായി ഇവിടെ വരാറുണ്ട്. എന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് എന്ന് പുള്ളിക്കാരി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, എങ്കിലും എൻ്റെ മോളെ വളരെ സ്ട്രിക്റ്റായിട്ടാണ് ഞാൻ വളർത്തിയത്. കാരണം എൻ്റെ സ്വഭാവം എനിക്ക് സ്വതവേ കൈവന്നതാണ്. എൻ്റെ മോൾക്ക് അങ്ങനെ സ്വഭാവമൊന്നുമില്ല. അവൾ സാധാരണ കുട്ടി പോലെ വളരട്ടെ. പക്ഷേ എൻ്റെ കാര്യങ്ങൾ എന്താണ്, ജീവിതം എന്താണെന്ന് രണ്ടുപേരും അറിയണം. രണ്ടുപേരുടെ സപ്പോർട്ട് എനിക്ക് കിട്ടിയിരുന്നു. ഞങ്ങളുടെ പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും
പിന്നെ എല്ലാ ആഡംബരത്തിൻ്റെയും പിന്നിൽ ഇതാണെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ട് അവർ മറ്റുള്ളവരിൽ നിന്ന് അത് ഒളിക്കുകയും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതൊക്കെ മറച്ചു വെച്ച് ജീവിക്കാൻ എൻ്റെ രണ്ട് മക്കൾക്കും അറിയാം. പിന്നെ ഇവൾക്ക് പേരുദോഷം ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ കുറേ എണ്ണം അലസിപ്പോയി. എന്തായാലും മോൻ വന്നു കഴിഞ്ഞപ്പോഴേക്ക് കല്യാണം നടന്നു. അപ്പോൾ എല്ലാം മറച്ചു പിടിച്ച് എല്ലാവരെയും കൂട്ടി അഭിനയിക്കേണ്ടി വന്നു. എന്ത് ചെയ്യാനാണ്? ഞാൻ തെറ്റുകാരിയാണ്, അത് സമ്മതിക്കാം. പക്ഷേ ഒരിക്കലും എൻ്റെ മകൾ തെറ്റുകാരിയല്ല. അതുകൊണ്ട് നീ അവളെയും കൊണ്ട് പോയിക്കോ, അവളൊരു പാവമാണ്, നിന്നെ ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ കഥകളൊന്നും കേട്ടിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസ് ആയില്ല. കാര്യം രണ്ടാമത് വന്നപ്പോഴുള്ള എൻ്റെ ഭാര്യയുടെ സ്വഭാവം എനിക്ക് ഒത്തിരി സംശയമുളവാക്കിയിരുന്നു. കാരണം സാധാരണ ഒരു പെണ്ണും കാണിക്കാത്ത പലതരം ആവേശങ്ങളാണ് സെക്കൻഡ് ടൈം വന്നപ്പോൾ അവൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നില്ലേ? എന്തായാലും അന്ന് രാത്രി ഭാര്യയോട് ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. നിൻ്റെ ഉമ്മയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയെങ്കിലും നീ സത്യം പറയണം എന്നുള്ളതും കൂട്ടിച്ചേർത്തു. അതോടുകൂടി ഭാര്യയ്ക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും പൊട്ടിപ്പാളിസായി. ഇനിയിപ്പോൾ എന്ത് പറയണമെന്ന് അവൾ ചിന്തിക്കുകയാണോ എന്നുള്ള മട്ടിൽ ഇരിക്കുകയും ചെയ്തു. ഞാൻ ചോദിച്ചു, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് ഈ വിവാഹബന്ധം പിരിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ ഭാര്യ കരയാൻ തുടങ്ങി. നിങ്ങൾ എന്നെ സംശയിക്കുന്നുണ്ടാകും, പക്ഷേ എൻ്റെ ഉമ്മ എന്നെ വളരെ നന്നായിട്ടാണ് വളർത്തിയത്. പുള്ളിക്കാരി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നോട് കൂട്ടു നിൽക്കണമെന്ന് പറഞ്ഞു. കണ്ണടച്ചേക്കണം, അതല്ലാതെ ഒരിക്കലും അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നന്നായി ജീവിക്കാനും പണവും ഒക്കെ വേണ്ടേ? അതുകൊണ്ട് എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് ഞാൻ നടിച്ചു. പക്ഷേ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിഞ്ഞപ്പോൾ നീ ഒന്നും അറിയാത്തവളെ പോലെ പെരുമാറുകയും 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും നീ അനാവശ്യമായുള്ള ആക്ഷൻസൊക്കെ എന്താ കാണിച്ചു തുടങ്ങിയത് പെട്ടെന്ന്? എന്നിട്ട് എന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഉത്തരവും പറഞ്ഞു. എനിക്കതിൽ അദ്ദേഹം സംശയമുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അതൊന്നും ഞാൻ ഒരിടത്തും പോയിട്ടല്ല, എല്ലാം കണ്ടതുകൊണ്ടാണെന്ന്. ഞാൻ ചോദിച്ചു, നീ എന്ത് കണ്ടു? അത് പിന്നെ ഇങ്ങനെ അമ്മയ്ക്ക് പലപ്പോഴും പല രീതിയിലുമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അമ്മ അറിയാതെ ഞാൻ എല്ലാം ഒളിച്ചു കാണാൻ പോകുമായിരുന്നു. അതെനിക്ക് ഒരു ശീലമായിരുന്നു. അത് പിന്നെ ഹരമായി മാറി. അങ്ങനെ അമ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ധാരാളം ദൃശ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി എല്ലാം ഞാൻ നേരിട്ട് കണ്ടതാണ്, അല്ലാതെ ഒന്നും ഞാൻ വീഡിയോയിലൊന്നും കണ്ടതല്ല. വീഡിയോയിൽ കണ്ടെന്ന് പറഞ്ഞത് ചുമ്മാതാണ്. എല്ലാം അമ്മയുടെ മുറിയിൽ നിന്ന് ഞാൻ കണ്ടു പഠിച്ചതാണ്. ഒളിച്ചു കാണുക എന്നുള്ളത് എനിക്കൊരു ഹരവും ശീലവുമായി അതിൽ നിന്ന് കിട്ടിയ ഒരാവേശമാണ് ഇക്കയോട് കാണിച്ചത് എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു. അല്ലാതെ വേറൊന്നുമല്ല, അവൾ തെറ്റുകാരിയല്ലെന്ന് 100 വട്ടം പറഞ്ഞു. പക്ഷേ എനിക്ക് സംശയം ഉണ്ടായിരുന്നെങ്കിലും ഒരാളെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റില്ലോ. അതുകൊണ്ട് എൻ്റെ നിബന്ധനകൾക്ക് വിധേയമായി ഇനി നീ എൻ്റെ കൂടെ തന്നെ ജീവിക്കണം. നിൻ്റെ വീട്ടിലേക്ക് ഞാനുള്ളപ്പോൾ മാത്രം വന്നാൽ മതി, തനിയെ വരരുത് എന്ന് പറഞ്ഞു. അവളുടെ അമ്മയ്ക്ക് ഒന്നും നിർത്താൻ പ്ലാനില്ല. ഞാൻ അവളെയും കൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാർക്ക് അത്ര താല്പര്യമൊന്നുമില്ല. അവളെ അവർ വിശ്വസിക്കുന്നുമില്ല. അങ്ങനെയാണ് ടൗണിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് ഞങ്ങൾ ഒരു കടയും ബിസിനസ്സും ഒക്കെ തുടങ്ങിയത്. എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുണ്ടാകും. പക്ഷേ പലപ്പോഴും എൻ്റെ ഭാര്യയുടെ സ്വഭാവം കാണുമ്പോൾ, സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോഴുള്ള ഇളക്കം കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും നല്ല സംശയമുണ്ട്. പിന്നെ മാഡം, ഞങ്ങൾക്കിതുവരെയും ഒരു വിശേഷമുണ്ടായിട്ടില്ല. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ 2 പേർക്കും കുഴപ്പമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. എനിക്ക് പല ഡൗട്ടുകളുമുണ്ട്. കാര്യം ഇവൾ അതിർത്തി കടന്ന് പലപ്പോഴും പലതും വിളയാടുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്കും പല അബദ്ധങ്ങളും സംഭവിച്ച് അത് ഒഴിവാക്കി കാണും. അതുകൊണ്ടായിരിക്കില്ലേ കുട്ടി ഉണ്ടാകാത്തത്? എനിക്ക് കുഴപ്പമില്ല, അവൾക്ക് പ്രത്യക്ഷത്തിൽ കുഴപ്പമില്ല. അപ്പോൾ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ടാണെന്ന് എനിക്കങ്ങ് തോന്നുകയാണ് മാഡം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ സംശയം കൊണ്ട് ശരിക്ക് സ്നേഹിക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയുന്നില്ല. ഈ ബന്ധം തുടരുന്നതിൽ അർത്ഥമുണ്ടോ മാഡം? ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഒരാൾക്ക് ചീത്തയായ ഒരു ഭൂതകാലം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ജീവിച്ചെന്ന് കരുതുക. അതെല്ലാം ഏറ്റു പറഞ്ഞ ശേഷവും നമുക്ക് 24 മണിക്കൂറും അവരെ സംശയമാണെങ്കിൽ അവരുടെ കൂടെ നമുക്ക് സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അവരുടെ തെറ്റുകളുടെ സീസൺ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സംശയരോഗം തുടങ്ങി. എത്രയും പെട്ടെന്ന് 2 പേരും കൂടി ഒരു ഫാമിലി കൗൺസിലിങ്ങിന് പോകുക. അല്ലാതെ ഇതിൽ ഒരു രീതിയിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകില്ല. അത് ചെയ്തിട്ട് മാത്രം എനിക്ക് മറുപടി അയക്കുക. അതായിരിക്കും നല്ലത്.